ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളായ ഫെഡറലിസത്തെ, ജനാധിപത്യ മൂല്യങ്ങളെ, മതനിരപേക്ഷതയെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് സംഘപരിവാർ ശക്തികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഇവിടെ ബഹുമാനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് നടത്തിയ ചില പ്രസ്താവനകൾ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിന് മുൻകാലങ്ങളേക്കാൾ വലിയ തോതിൽ വിഹിതം നൽകി എന്നതാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ധനകാര്യ കമ്മീഷൻ വഴിയുള്ള വിഹിതത്തെ പറ്റിയാണ്. ആ വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ല. ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഒന്നാണ്. ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നതാണ് നാം ഉന്നയിക്കുന്ന പ്രശ്നം. 14-ാം കമ്മീഷൻ്റെ കാലയളവിൽ, അതായത് 2017-18 കേരളത്തിൽ ലഭിച്ചത് 16,833, 2018-19 19,038 കോടി. 15-ാം കമ്മീഷൻ്റെ കാലയളവിൽ 2020-21 11,560 കോടി രൂപ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. 2021-22 17,890 കോടി, 2022-23 18,961 കോടി രൂപയാണ് ലഭിച്ചത്. അപ്പോൾ ഈ കണക്ക് നോക്കിയാൽ മുൻ കമ്മീഷൻ്റെ കാലയളവിലുള്ളതിനേക്കാൾ നികുതി വിഹിതം കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത കുറവ് വരുത്തലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 15-ാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റിൻ്റെ പ്രധാന പങ്കും റവന്യൂ കമ്മി നികത്താനുള്ള പ്രത്യേക ധനസഹായമായ റവന്യൂ കമ്മി ഗ്രാൻറ്റായിരുന്നു എന്നതാണ്. 15-ാം ധനകാര്യ കമ്മീഷനെ നിയമിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയ പരിഗണനാ വിഷയങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, റവന്യൂ കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക ഗ്രാൻറ്റ് നൽകേണ്ടതില്ല എന്നാണ്. ഇതിനെ കേരളം മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും എതിർത്തു. 15-ാം ധനകാര്യ കമ്മീഷൻ്റെ തികച്ചും വിവേചനാപരമായ മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനം ഇവിടെ കേരള സർക്കാർ വിളിച്ചുകൂട്ടി. ഒടുവിൽ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പിന് കമ്മീഷൻ വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കാലയളവിൽ റവന്യൂ കമ്മി ഗ്രാൻറ്റ് കേരളത്തിന് കിട്ടിയത്. ഈ റവന്യൂ കമ്മി ഗ്രാൻറ്റും സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല.